Dear students, chi-square test as a test of independence എന്ന ഭാഗമാണ് നമ്മൾ ഒടുവിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ആ ഭാഗത്തൊരു പ്രോബ്ലം ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Following table gives data regarding election of candidates to an office. The two variables are attitude towards selection and economic status. Under attitude towards selection, there are two attributes, favorable and not favorable. Similarly, under economic status, there are two attributes, rich and poor. Values 50, 155, total 205, 90, 110, total 200. Rich, first column total 140 and poor total 265, grand total 405. Is attitude towards election influenced by economic status of voters? അപ്പോൾ ഇവിടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇലക്ഷൻ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വോട്ടേഴ്സും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്താ ക്വസ്റ്റ്യൻ? ഈസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇലക്ഷൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വോട്ടേഴ്സ്. അതായത് ആറ്റിറ്റ്യൂഡിനെ ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വോട്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ രണ്ടും തമ്മിൽ ഡിപ്പെൻഡൻസ് ഉണ്ടോ, ഇവ രണ്ടും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ, ഇവ രണ്ടും തമ്മിൽ വല്ല അസോസിയേഷനും ഉണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ chi-square ടെസ്റ്റ് ആസ് എ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ആ പ്രൊസീജിയർ. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കൂടെ ഒന്ന് നോക്കുക. H0 ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റപ്പ് H0 ആൻഡ് H1 ആണ്. H0, there is independence between attitude towards election and economic status. There is independence means these two variables are not related. There is no relationship. That is, there is independence. Okay. H1 is there is no independence. എന്ന് പറഞ്ഞാൽ the two variables are related attributes. Attitude towards election and economic status are related എന്നർത്ഥം. അപ്പോൾ അവിടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് chi-square ആണ്. chi-squareൻ്റെ ഫോർമുല അറിയാം. സിഗ്മ chi-square ഈക്വൽ ടു സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ബൈ ഇ എന്നാണ്. ഇവിടെ O വാല്യൂസും ഇ വാല്യൂസും ആണ് നമുക്ക് വേണ്ടത്. O വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള O വാല്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 50, 155, 90, 110 എന്നാണ്. 50, 155, 90, 110. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിൻജൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. കണ്ടിൻജൻസി ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടിൻജൻസി ടേബിളിൽ നമുക്ക് 71, 134, ടോട്ടൽ 205. അതേപോലെ സെക്കൻഡ് റോയിൽ 69, 131, ടോട്ടൽ 200. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് വരുന്നത് 71, 134, 69 ആൻഡ് 131. അപ്പോൾ O വാല്യൂസും ഈ വാല്യൂസും വെച്ച് നമ്മൾ chi-square വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണെന്നറിയാം. chi-square വാല്യൂ ഈസ് 19.26 ആണ്. ഹിയർ നത്തിങ് ഈസ് മെൻഷൻഡ് അബൌട്ട് ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. So take 5% level of significance and degree of freedom is equal to C minus 1 into R minus 1. Here there are 2 rows and 2 columns. 2 minus 1 into 2 minus 1 equal to 1, and therefore table value of chi-square at 5% level of significance and 1 degree of freedom is 3.841. Compare this calculated value of table value of chi-square with the calculated value. Calculated value is more than the table value. Okay, and therefore we reject the null hypothesis, means we accept null hypothesis. What was H1 alternative hypothesis? There is no independence, means the two variables are related. So we may conclude that attitude towards election is influenced by economic status of voters. These two variables are related, associated. അപ്പോൾ രണ്ടും തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം attitude towards election is influenced by economic status of voters. Clear? നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Out of 800 persons,
25% were literate and 300 had travelled beyond the limits of their district. 40% of the literates were among those who had not travelled beyond the limits of their district. Test at 5% level whether there is any relation between travelling and literacy. അപ്പോൾ ഇവിടെ നമുക്കറിയാം സാധാരണ നമുക്ക് തരാറുള്ളത് പോലെ ഒബ്സർവ്ഡ് വാല്യൂസ്, ആക്ച്വൽ വാല്യൂസ് അത് ഒരു ടേബിൾ രൂപത്തിൽ തന്നിട്ടില്ല. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഗ്രാൻഡ് ടോട്ടൽ 800 ആണ്. 800 പേഴ്സൺസ് ആണ്. 25% വേർ ലിറ്ററേറ്റ്. അപ്പോൾ ഇതിൻ്റെ 25% ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ 75% ഇല്ലിറ്ററേറ്റ് ആണ്. 300 ഹാഡ് ട്രാവൽഡ് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് ദെയർ ഡിസ്ട്രിക്റ്റ്. 300 പേര്, 800-ൽ 300 പേര് അവരുടെ ഡിസ്ട്രിക്ട് ലിമിറ്റിൻ്റെ പുറത്തോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. 40% ഓഫ് ദി ലിറ്ററേറ്റ്സ് വേർ എമംഗ് ദോസ് ഹു ഹാഡ് നോട്ട് ട്രാവൽഡ് ദി ലിമിറ്റ്സ് ഓഫ് ദെയർ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ 40% ലിറ്ററേറ്റ്സിൻ്റെ 40% നോട്ട് ട്രാവൽഡ് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് ദെയർ ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയുന്നത്. ഇത്രയും വാല്യൂസേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇത്രയും ഡാറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാ ഒബ്സർവ്ഡ് വാല്യൂസ് ഇവിടെ മുഴുവനായിട്ടും തരാത്തത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഓൾ ദി ഒബ്സർവ്ഡ് വാല്യൂസ് ബൈ പ്രിപ്പയറിങ് എ കണ്ടിൻജൻസി ടേബിൾ. ഒരു കണ്ടിൻജൻസി ടേബിൾ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ള വാല്യൂ എല്ലാം അതിൽ ഉൾപ്പെടുത്തി മിസ്സിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കറിയാം ഈ കണ്ടിൻജൻസി ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് chi-square ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ആക്ച്വൽ നമ്പർ ആയിരിക്കണം, അല്ലാതെ പെർസെൻറ്റേജ് ആയിരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. കണ്ടിൻജൻസി ടേബിൾ ഫോർ കമ്പ്യൂട്ടിംഗ് ഒബ്സർവ്ഡ് വാല്യൂസ് ആണ്. അപ്പോൾ ഇവിടെ വേരിയബിൾസും ഒന്ന് ലിറ്ററസി സ്റ്റാറ്റസും ഒന്ന് ട്രാവൽ സ്റ്റാറ്റസുമാണ്. അപ്പോൾ ഈ ലിറ്ററസിയും ട്രാവൽ സ്റ്റാറ്റസും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് അറ്റ് 5% ലെവൽ വെദർ ദർ ഈസ് എനി റിലേഷൻ ബിറ്റ്വീൻ ട്രാവലിംഗ് ആൻഡ് ലിറ്ററസി. ഇപ്പോൾ ലിറ്ററസിയും ട്രാവലിങ്ങും തമ്മിൽ എന്തെങ്കിലും അസോസിയേഷൻ ഉണ്ടോ? അപ്പോൾ ലിറ്ററസി സ്റ്റാറ്റസ് ആ വേരിയബിൾ, ലിറ്ററസി എന്ന വേരിയബിളിൻ്റെ താഴെയായിട്ട് നമുക്ക് 2 ആട്രിബ്യൂട്ട്സ്, ലിറ്ററേറ്റ്സും ഉണ്ടാവും ഇല്ലിറ്ററേറ്റ്സും ഉണ്ടാവും. ട്രാവൽ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ട്രാവൽഡ് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് ഡിസ്ട്രിക്റ്റ്, അതേപോലെ ട്രാവൽഡ് നോട്ട് ട്രാവൽഡ് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് ഡിസ്ട്രിക്റ്റ്. അങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ട്രാവൽ സ്റ്റാറ്റസ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഔട്ട് ഓഫ് 800% 25% വേർ ലിറ്ററേറ്റ്. അപ്പോൾ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ടാവും? 200 ഉണ്ടാവും. 200 ലിറ്ററേറ്റ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ 800 ആണ് ടോട്ടൽ ഇത് തന്നിട്ടുണ്ട്. അതിൻ്റെ 25% 200 ആണ്. 200 ലിറ്ററേറ്റ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ലിറ്ററേറ്റ്സ് 200 ആണ്. ഓക്കെ. ആൻഡ് 300 ഹാഡ് ട്രാവൽഡ് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് ഡിസ്ട്രിക്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ദേ ട്രാവൽഡ് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് ദെയർ ഡിസ്ട്രിക്ട് 300 ആണ്. അപ്പോൾ ട്രാവൽഡ് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് ഡിസ്ട്രിക്ട് 300. ഈ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു, 40% ഓഫ് ദി ലിറ്ററേറ്റ്സ് വേർ എമംഗ് ദോസ് ഹു ഹാഡ് നോട്ട് ട്രാവൽഡ് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് ദെയർ ഡിസ്ട്രിക്ട്. അപ്പോൾ ലിറ്ററേറ്റ്സിൻ്റെ 40% നോട്ട് ട്രാവൽഡ് ദി ലിമിറ്റ്സ് ഓഫ് ദെയർ ഡിസ്ട്രിക്റ്റ് എന്നാണ്. അപ്പോൾ ലിറ്ററേറ്റ്സിൻ്റെ 40%, ലിറ്ററേറ്റ്സ് എത്രയാണുള്ളത്? ലിറ്ററേറ്റ്സ് 200 ആണ്. 200ൻ്റെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വരും. ആ 80 നോട്ട് ട്രാവൽഡ്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് കിട്ടി 80. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വാല്യൂസൊക്കെ ടേബിളിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 200 നമ്മൾ കിട്ടി, 800 കിട്ടി. അപ്പോൾ ഇവിടെ ഡിഫറൻസ് 600 ആണെന്ന് അറിയാം. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മറ്റ് വാല്യൂസ് കിട്ടിയിരുന്നത് ഏതൊക്കെയായിരുന്നു? 300 എന്ന് ഇവിടെയുള്ള ഈ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 800ഉം 300ഉമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും 500 കണ്ടുപിടിക്കാം. ഇവിടെ 80 ആണ്, ഇവിടെ 500 ആണ്. അപ്പോൾ 420 നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഈ ടോട്ടലിൽ നിന്ന് 420 മൈനസ് ചെയ്താൽ 180, 200 നിന്ന് 80 മൈനസ് ചെയ്യുക 120. ഓക്കെ. അപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ സാധാരണ ക്വസ്റ്റ്യനിൽ തരുന്ന ഇൻഫർമേഷൻ രൂപത്തിൽ നമുക്ക് ഡാറ്റ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യുന്ന രീതിയിൽ സോൾവ് ചെയ്യുക.
H0, there is no dependence between traveling and literacy. There is dependence between traveling and literacy. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ വാല്യൂസ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. chi² വാല്യൂ നമുക്ക് കിട്ടുന്നു 57.6 ആണ് കിട്ടുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം 2 കോളംസും 2 റോസും ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ 1 ആണ് വരുന്നത്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. ടേബിൾ വാല്യൂ 57.6 ആണെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ 57.6 ആയിരുന്നു. ടേബിൾ വാല്യൂ 3.841 ആണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് മോർ ദാൻ ടേബിൾ വാല്യൂ. വി റിജക്ട് ദി null hypothesis. We accept H1. So we may conclude that there is relation between traveling and literacy. Okay. നമുക്ക് ഈ chi² ടെസ്റ്റ് ആസ് എ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.